ആദ്യ ട്രെൻഡ് എന്ന് പറയുന്ന ആദ്യ സൂചന എന്ന് പറയുന്ന ബിജെപിക്ക് അനുകൂലമായി മാറുകയാണ്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് ന്യൂഡൽഹിയിൽ ബിജെപി ലീഡ് ചെയ്യുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ ബിജെപി ലീഡ് ചെയ്യുന്നു. അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ, അവിടെ പർവേഷ് വർമ്മ ലീഡ് ചെയ്യുകയാണ്. ബിജെപി സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കേജ്രിവാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ന്യൂഡൽഹിയിൽ ഇപ്പോൾ ഏതായാലും ആദ്യ ലീഡ് ബിജെപിക്ക്. ആവേശകരമായ മുന്നേറ്റമാണ് ബിജെപിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ് എന്നുള്ളതാണ്. അരവിന്ദ് കേജ്രിവാൾ 3 സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുകയാണ്. 3 സീറ്റായിട്ട് ബിജെപിയുടെ ലീഡ് ഉയർന്നിരിക്കുകയാണ്. മനീഷ് സിസോദിയയും പിന്നിൽ, ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി, മദ്യനയ കേസിലെ പ്രതി മനീഷ് സിസോദിയയും പിന്നിലാണ്. 3 സീറ്റിലും ബിജെപി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ, ബിജെപിയുടെ പർവേഷ് വർമ്മ മുന്നിൽ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ആം ആദ്മി പാർട്ടിയുടെ 2ാമത്തെ പ്രമുഖ നേതാവ് പിന്നിൽ. അവിടെയും ബിജെപിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ 3 സീറ്റുകളിലും ലീഡ് ബിജെപിക്ക് കിട്ടുകയാണ്. ആദ്യ ഫലസൂചന ബിജെപിക്ക് അനുകൂലമായി വരികയാണ്. 2015-ലെയും 2020-ലെയും ട്രെൻഡ് അല്ല. 2025-ൽ ബിജെപിയുടെ ലീഡ് 3 സീറ്റുകളായി കുറഞ്ഞിരിക്കുകയാണ്. മനീഷ് സിസോദിയയും പിന്നിൽ, അരവിന്ദ് കേജ്രിവാൾ 1 സീറ്റിൽ ആം ആദ്മി പാർട്ടി മുന്നിൽ, 1 സീറ്റിൽ ആം ആദ്മി പാർട്ടി മുന്നിൽ അല്ലെ. 3 സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു. അതിൽ 3 സീറ്റ് എന്ന് പറയുന്നത് 1 ന്യൂഡൽഹി, 1 നജഫ്ഗഡ്, 2 സിസോദി മത്സരിക്കുന്ന ജംഗ്പുര. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെ 4 സീറ്റിലെ ഫലസൂചനകൾ വരുമ്പോൾ അതിൽ 3 സീറ്റിൽ ബിജെപി, ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി, 3 സീറ്റിൽ ബിജെപി, 1 സീറ്റിൽ ആം ആദ്മി പാർട്ടി. ഏറ്റവും പ്രധാനം ആ 3 സീറ്റിൽ 2 എണ്ണം VIP സീറ്റുകളാണ്. 1 ന്യൂഡൽഹി മണ്ഡലം, അവിടെ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ, പർവേഷ് വർമ്മ ബിജെപി മുന്നിൽ. ജയ്പൂരയിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പിന്നിൽ. അങ്ങനെ 2 VIP സീറ്റുകളിലും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. ഈ 4 സീറ്റുകളിലെ സൂചന വന്നതിൽ 2 സീറ്റുകൾ ബിജെപിക്ക് അധികമായി മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളാണ് അല്ലെ. കഴിഞ്ഞ തവണ ഈ 2 സീറ്റുകളും ബിജെപി തോറ്റ സീറ്റുകളാണ്. അവിടെയാണ് ബിജെപി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 1 സീറ്റ് ബിജെപി നിലനിർത്തിയിരുന്ന സീറ്റാണ്, അവിടെ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റുകളുടെ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 സീറ്റിൽ മാത്രം ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. ഈ 4 സീറ്റുകളിൽ 3ഇടത്തും കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയായിരുന്നു ലീഡ് ജയിച്ചിരുന്നത്. മാത്രമല്ല പുതിയ ലീഡ് വരുന്നു. ബുരാരിയിൽ അവിടെ വീണ്ടും ആം ആദ്മി പാർട്ടി ലീഡ് നേടുന്നു. ആം ആദ്മി പാർട്ടി 2 മണ്ഡലങ്ങളിൽ ലീഡ് നേടുന്നു എന്നതാണ് സാഹചര്യം. നിലവിലെ ലീഡ് നില പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. 5 മണ്ഡലങ്ങളുടെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 2ഇടത്ത് ആം ആദ്മി പാർട്ടി എന്നതാണ്. 2-3 ആം ആദ്മി പാർട്ടി 2, ബിജെപി 3. യെസ്, വീണ്ടും ലീഡ് നില മാറുന്നു. 6 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരികയാണ്. അവിടെ ബിജെപി 4ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. ആർ കെ പുരത്ത് അനിൽകുമാർ ശർമ്മ ബിജെപിയിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. ആദ്യ ഫലസൂചനകൾ തീർച്ചയായും ബിജെപിക്ക് അനുകൂലമാണ്. 4 സീറ്റുകൾ ബിജെപി, 4 സീറ്റുകളിൽ ലീഡ്, ആം ആദ്മി പാർട്ടി 2 സീറ്റുകളിൽ ലീഡ്. 4-2. ഈ 4 സീറ്റുകളും ബിജെപിക്ക് പ്ലസ് ആണ്. ഈ 4 സീറ്റുകളും കഴിഞ്ഞ തവണ ബിജെപി തോറ്റ മണ്ഡലങ്ങളാണ് സജിത്ത് അല്ലെ. 4 സീറ്റും ബിജെപി തോറ്റ മണ്ഡലങ്ങളാണ്. അവിടെയാണ് 4ഇടത്ത് ലീഡ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ന്യൂഡൽഹി മണ്ഡലത്തിലെ അരവിന്ദ് കേജ്രിവാളിനെ പിന്നിലാക്കിക്കൊണ്ടുള്ള ഈ നീക്കം തന്നെ ചില സൂചനകൾ നൽകുന്നു എന്നതാണ് ബിജെപി ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്നത്. ശരിയുമാണ്. സിസോദിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, 2ഉം കൃത്യമാണ്. സിസോഡിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, 2 പേരും പിന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 6 സീറ്റുകളിലെ ഫലം അറിയും. ഫലസൂചനകൾ വരുമ്പോൾ 4ലും ബിജെപി, 4ഇടത്തും ബിജെപിയുടെ പ്ലസ് ആണ്. കാരണം 4ഇടത്തും ബിജെപി 7ഇടത്തേക്ക് വരുന്നു. ബിജെപിയുടെ ലീഡ് നില ഉയരുന്നു. 5ഇടത്ത് 7 മണ്ഡലങ്ങളിൽ ലീഡ് നില പുറത്തു വരുമ്പോൾ 5ഇടത്തും ബിജെപിയാണ് ഇപ്പോൾ വരുന്നത്. വീണ്ടും മാറുന്നു. 8 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി 3ഇടത്തും മറ്റ് 5ഇടത്തും ബിജെപിയും എന്നതാണ് നിലവിലെ സാഹചര്യം. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. 5ഇടത്ത് ബിജെപി, 3ഇടത്ത് ആം ആദ്മി പാർട്ടി. ആ 5ഇടത്തും ബിജെപിക്ക് പ്ലസ് ആണ്. 5ഇടത്തും ബിജെപി തോറ്റ മണ്ഡലങ്ങളാണ്. അവിടെയാണ് ബിജെപി ലീഡ് ചെയ്യുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിൽ ന്യൂഡൽഹി മണ്ഡലവും ജഗ്പുര മണ്ഡലം ഉൾപ്പെടുന്നു. അരവിന്ദ് കേജ്രിവാളും സിസോദിയും പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 5-3 വീണ്ടും മാറുന്നു സാഹചര്യം. പുതിയ ലീഡ് വരുന്നത് സതീഷ് ജെയിൻ. ചാന്ദ്രി ചൌക്കിൽ സതീഷ് ജെയിൻ ബിജെപി ലീഡ് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. നിലവിലെ ചിത്രം ഇങ്ങനെയാണ്. 9 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ ബിജെപിക്ക് വലിയ ആധിപത്യം. ആം ആദ്മി പാർട്ടി 3 മണ്ഡലങ്ങളിൽ മാത്രം ലീഡ് ചെയ്യുന്നു. അതായത് 6-3 എന്നുള്ളതാണ്. അവിടെയും ലീഡ് ബിജെപിക്ക് 6ഇടത്ത്, 3ഇടത്ത്
ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി ഒരു ഭരണമാറ്റത്തിലേക്ക് പോവുകയാണ്. മാറുന്നു മഞ്ജുഷ. 10 മണ്ഡലങ്ങളുടെ ലീഡ് നില. ലക്ഷ്മി നഗറിലും അവിടെ ആം ആദ്മി പാർട്ടിയാണ് ലീഡ് നില. 6-4 എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ആം ആദ്മി പാർട്ടിയും BJPയും മാത്രം ചിത്രത്തിൽ. ലക്ഷ്മി നഗർ നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് BJPയുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുകയാണ്. ചാന്ദ്രി ചൌക്കിൽ സതീഷ് ജെയിൻ ലീഡ് ചെയ്യുകയാണ്. 6-4 എന്നുള്ളതാണ്. 6 സീറ്റിൽ BJP, 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി. ടൈറ്റ് ഫൈറ്റ് ആണ് തുടക്ക സമയത്ത്. 6-4 BJP ലീഡ് ചെയ്യുന്നു. മാറുന്നു. 11 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ രോഹിണി മണ്ഡലത്തിൽ വിജേന്ദ്ര ഗുപ്ത BJP ലീഡ് ചെയ്യുന്നു. അതാണ് ചിത്രം. രോഹിണി നിലവിൽ സിറ്റിംഗ് സീറ്റാണ് BJPയുടെ. വിജേന്ദ്ര ഗുപ്ത പ്രതിപക്ഷ നേതാവാണ്. പ്രധാനപ്പെട്ട BJPയുടെ സംസ്ഥാന ഘടകത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് വിജേന്ദ്ര ഗുപ്ത. അദ്ദേഹം 2 തവണയും 2015-ലും 2020-ലും ഈ ആം ആദ്മി പാർട്ടി ട്രെൻഡിലും രോഹിണിയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. 2013-ൽ ന്യൂഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിനോട് മത്സരിച്ച വ്യക്തിയാണ്. അങ്ങനെ ഏതായാലും അവരുടെ സിറ്റിംഗ് സീറ്റിൽ രോഹിണിയിൽ BJP 7 സീറ്റിൽ BJP ലീഡ് ചെയ്യുമ്പോൾ അതിൽ 4 എണ്ണം BJPയുടെ പ്ലസ് ആണ്. 4 സീറ്റിൽ BJP തോറ്റ മണ്ഡലങ്ങളായിരുന്നു. 3 എണ്ണം BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അങ്ങനെ 4 എണ്ണത്തിന്റെ എഡ്ജ് കിട്ടിയിരിക്കുകയാണ് BJPക്ക്. 7-4. അതേസമയം 4 സീറ്റുകളുടെ മൈനസ് ആണ് ആം ആദ്മി പാർട്ടിക്ക്. 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് ആം ആദ്മി പാർട്ടി. അത് ഒരെണ്ണം BJPയുടെ സിറ്റിംഗ് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ 7-4 അതിൽ ലക്ഷ്മി നഗറിൽ മാത്രമാണ് BJPയുടെ സിറ്റിംഗ് സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. പക്ഷേ 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. അതുകൂടി കൂട്ടി 7 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും. ഇതാണ് ഏറ്റവും അവസാനത്തെ വിവരം. കോൺഗ്രസിന് ഒരിടത്ത് പോലും, കോൺഗ്രസ് എല്ലായിടത്തും 3-ാം സ്ഥാനത്താണ് എന്നാണ് വിവരം. 7-4 എന്നുള്ളതാണ് BJPയുടെ ഇപ്പോഴത്തെ ലീഡ് നില. അതിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ 8-4 ആയി. 8-4 കൽക്കാജിയിൽ മാറി. കൽക്കാജിയുടെ ചിത്രം ഇങ്ങനെയാണ്. അവിടെ BJPയാണ് ലീഡ് ചെയ്യുന്നത്. അതിഷി പിന്നിൽ എന്നതാണ്. 3 VIP മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി പിന്നിൽ. 3 VIP മണ്ഡലങ്ങളിലും സിറ്റിംഗ് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി പിന്നിൽ. മുഖ്യമന്ത്രി അതീഷി പിന്നിൽ. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അതീഷി പിന്നിൽ. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ. 9-4. കരാൾവാൾ നഗറിൽ കപിൽ മിശ്രയാണ് BJP ലീഡ് ചെയ്യുന്നു. കൃത്യമായ ചിത്രം. എക്സിറ്റ് പോൾ ഫലസൂചനകൾ അത് കൃത്യമായ സൂചനകൾ നൽകുന്നു. BJPക്ക് വലിയ ആധിപത്യം ഇതുവരെയുള്ള ചിത്രത്തിൽ. അതായത് 9 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുമ്പോൾ അതിൽ 5 എണ്ണവും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. രാകേഷ്, കാരവൽ നഗർ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മണ്ഡലം അത് BJP ഗ്രേറ്റർ കൈലാഷ് വീണ്ടും അപ്ഡേറ്റ് ആവുന്നു. സൗരവ് ഭരദ്വാജ് ആം ആദ്മി പാർട്ടിയാണ് അവിടെ ചിത്രത്തിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ BJPക്ക് ആധിപത്യമുണ്ടെങ്കിലും ആം ആദ്മി പാർട്ടി തങ്ങളുടെ ചില ഇടങ്ങളിൽ സ്വാധീനം അറിയിച്ചു തന്നെ. സൗരവ് ഭരദ്വാജ് നിലവിൽ മന്ത്രിയാണ്. സൗരവ് ഭരദ്വാജ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പിന്നിൽ പോകുമ്പോൾ സൗരവ് ഭരദ്വാജ് ലീഡ് ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. 15 മണ്ഡലങ്ങളുടെ ഫലസൂചനകൾ പുറത്തു വരുന്നു. അവിടെ ഇപ്പോൾ സത്യേന്ദ്ര ജെയിൻ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. അതാണ് ചിത്രം. 9-6 ആയിട്ടുണ്ട്. 9 സീറ്റുകളിൽ BJP, 6 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി. 5 സിറ്റിംഗ് സീറ്റ് ആം ആദ്മി പാർട്ടിയുടെ BJP ലീഡ്. കോൺഗ്രസ് മഞ്ജുഷ് ആദ്യമായി കോൺഗ്രസ് ലീഡ് നേടുന്നു. ബദ്ലി മണ്ഡലത്തിൽ